ഞാൻ ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ തന്നെ എൻ്റെ ലിംഗം ഞാൻ ഡോക്ടറെ ഒന്ന് പരിശോധിക്കും. ഞാൻ സ്വയം ആർജിച്ചെടുത്ത എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള രീതി മീൻസ് ഉത്തേജിപ്പിക്കാത്ത അവസ്ഥ. ചേട്ടൻ ധൈര്യമായിട്ട് മുമ്പോട്ട് നോക്കും. ചേട്ടന് ന്യൂറൽ രീതിയിൽ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞു. ഒരിക്കലും ഇനി ചേട്ടന് മക്കൾ ജനിക്കുന്ന സാധ്യതയേ ഇല്ല. ഞാൻ തന്നെ എന്നെ അന്ന് പറഞ്ഞതുപോലെ അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. ഷണ്ടനായി ജനിക്കുന്നവരുണ്ട്, ജനങ്ങളാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട്, ബൈബിൾ വചനമുണ്ട്. ദെൻ ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടനാകുന്നവനും ഉണ്ട്. ഞാൻ മാത്രം വിചാരിച്ചാൽ എൻ്റെ എന്നൊരു കുഞ്ഞ് വരില്ലല്ലോ. വരൂ. ഞാനിത് നിക്ഷേപിക്കാനായിട്ടൊരു സ്ഥലം കണ്ടെത്തണ്ടേ. ഇതൊരു എസ്കേപ്പിസം മറുപടി. എസ്കേപ്പിസം അല്ല, അത് സയൻസാണ്. ഇത് സയൻസാണ്. അതിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങങ്ങാണ്ടൊരു പുഴയുണ്ട്, ഇനി നമ്മൾ പോകുമ്പോൾ പുഴ വീഴും, അത് നമുക്ക് മുണ്ടിപ്പുഴയെ പൊക്കി പിടിച്ച് പോകാന്നുള്ള ആ ഒരു ചിന്തയല്ലേ ഇപ്പം ഡോക്ടർ രജിത് കുമാറിന് ഹ്യൂമൻ ഇമോഷൻസ് വരില്ല എന്നാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസിനെ ഞാൻ മാക്സിമം വളരെയധികം നിയന്ത്രണ വിധേയമാക്കി വെച്ചേക്കാണ്. ഏതൊരു അശ്ലീല വീഡിയോ അല്ലെങ്കിൽ നമ്മളിപ്പം പറയുമല്ലോ ബ്ലൂ ഫിലിം എന്ന് പറയുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഏതായാലും സുമേഷ് വേണമെങ്കിൽ ഒരു ടി വിയിലിട്ടോ ഞാനും സുമേഷും കൂടെ ധൈര്യപൂർവ്വം നമുക്ക് രണ്ടുപേർ കൂടെ ജനിച്ച വേഷത്തിൽ മൂന്നാമതൊരു ജഡ്ജ്മെൻറ്റ് നടത്താൻ കുറച്ച് പേരെ എത്തിയിട്ട് ആ വീഡിയോ കാണാം. വീഡിയോ കാണുന്നവരെ ഞാനും അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. എൻ്റെ ഒരു രോമം പോലും അനുകൂലിക്കും. ഫ്യൂച്ചറിനെ കുറിച്ചെല്ലാം അന്വേഷിച്ചപ്പോൾ എനിക്കിത് ലാസ്റ്റ് ജന്മമാണെന്നും എൻ്റെ ആത്മാവ് മോക്ഷത്തിലൂടെ അല്ലെങ്കിൽ മഹാദേവൻ ലാസ്റ്റ് നേരിട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഐ മൈസെൽഫ്, ഞാൻ സ്വന്തമായി തന്നെ എന്നെ എന്താക്കി മാറ്റി, ബൈബിളിൽ യേശുദേവൻ പറഞ്ഞതുപോലെ ഷണ്ടനാക്കി മാറ്റി. ഈ ഞാൻ കഴിഞ്ഞ തവണ ചോദിക്കണം നടത്ത്, പിന്നെ ഞാൻ മനഃപൂർവ്വം മാറ്റി വെച്ചൊരു ചോദ്യമുണ്ട് പെട്ടെന്ന്. ഇനിയൊരു വിവാഹം, ഒരു ജീവിതം, അങ്ങനത്തെ ചിന്തകളിലൊന്നും ഒരിക്കലും വന്നു കയറിയിട്ടില്ല. അതെന്താ ഒരു കുട്ടി വേണം, അല്ലെങ്കിൽ അടുത്ത തലമുറ വേണം, ഈ ചിന്തകൾ പകർന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പം താങ്കളുടെ കുട്ടി താങ്കളുടെ അതേ ജീനിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഈ ചിന്തകൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ഒരു ഇതിലായിരിക്കും ആ കുട്ടി വരുന്നത്. അങ്ങനെ ഒരു ചിന്തകൾ അല്ലെങ്കിൽ പിന്തുടർച്ച വേണം, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. വളരെ നല്ല ചോദ്യമാണ്. വളരെ നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ നിന്ന് നല്ല ചിന്തകൾ 17 വർഷം കൊണ്ട് ഞാൻ പ്യൂരിഫൈ ചെയ്തെടുത്തിരിക്കുന്ന നല്ല ഇൻ്റലക്റ്റുള്ള കുറച്ച് അറിവുകളുള്ള നല്ല ഗുണനിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജീൻ ഉണർന്നിരിക്കുന്ന ജീനുകൾ തന്നെയാണ് എൻ്റെ ബീജത്തിൽ അല്ലെങ്കിൽ സ്പേംസിലുള്ളതെന്ന് സുമേഷിന് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ മാത്രം വിചാരിച്ചാൽ എൻ്റെ എന്നൊരു കുഞ്ഞ് വരില്ലല്ലോ. വരുമോ? ഞാനിത് നിക്ഷേപിക്കാനായിട്ടൊരു സ്ഥലം കണ്ടെത്തണ്ടേ. അതെ, അതിനെനിക്ക് അനുയോജ്യമായ ഒരാൾ എൻ്റെ മുമ്പിലെത്തി കാണണ്ടേ, വേണ്ടേ? ഇനി പുറം കൊണ്ട് സൗന്ദര്യം ഉണ്ടാവുകയും അകം കൊണ്ട് യേശുദേവൻ പറഞ്ഞതുപോലെ വാശിയും വൈരാഗ്യവും ദേഷ്യവും ഗുസ്തിയും പിടിവാശിയും ദുർബുദ്ധിയും സൂത്രവും ഈ തരത്തിലാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീനുകൾ, അവിടെ നിന്നുള്ള അണ്ടത്തിലെ ജീനുകൾ ഈ നെഗറ്റീവ് സാധനം തന്നെ ആയിരിക്കില്ലേ, അല്ലേ? ദെൻ എൻ്റെ ഈ ബീജത്തിലെ നല്ല ജീനും ആ അണ്ടത്തിലെ മോശപ്പെട്ട ജീനും കൂടെ ചേർന്നതിന് ശേഷം അവസാനം കൊച്ചിന് തന്നെ കൺഫ്യൂഷൻ ആവില്ലേ, ഞാൻ എന്താവണം എന്താവുണ്ടാന്ന്. ഇതൊരു എസ്കേപ്പിസം മറുപടി. എസ്കേപ്പിസം അല്ല, അത് സയൻസാണ്. ഇത് സയൻസാണ്. അതിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങങ്ങാണ്ടൊരു പുഴയുണ്ട്, ഇനി നമ്മൾ പോകുമ്പോൾ പുഴ വീഴും, അത് നമുക്ക് മുണ്ടിപ്പുഴയെ പൊക്കി പിടിച്ച് പോകാന്നുള്ള ആ ഒരു ചിന്തയല്ലേ ഇപ്പം ആ ചിന്ത വെച്ചാൽ ഇന്നത്തെ എൻ്റെ കണക്കൂട്ടലനുസരിച്ച് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പല വ്യക്തികൾക്കും മഹാഭാരതം പറഞ്ഞ പോലെ കലിയുഗത്തിൽ 75% അധർമ്മം ബാധിച്ചു കഴിഞ്ഞു. നല്ല പുരുഷന്മാരുമുണ്ട്, നല്ല സ്ത്രീകളുമുണ്ട്. എന്ന് പറഞ്ഞാൽ 75% അധർമ്മം ബാധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ 25% മാത്രമേ നന്മയുടെ കണികകളുള്ളൂ. എന്നുവെച്ചാൽ 100 പേരെ എടുത്താൽ 25 പേർ, 10 പേരെ എടുത്താൽ ഒരു 2-3 പേരെ നല്ല ഗണത്തിൽ, എന്ന് വെച്ചാൽ ആർക്കും ദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ. പക്ഷേ 7 എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്, മനസ്സിലായി? അടുത്തൊരു സൃഷ്ടി ഏറ്റവും നല്ല ഗുണനിലവാരത്തിൽ തന്നെ വരണമെങ്കിൽ അത് ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കണം. അത് കണ്ടെത്തി നടന്ന് സമയം കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. 2, എനിക്ക് അറിയാമല്ലോ ഞാൻ ഒരു മധ്യവയസ്കനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇനി എനിക്ക് ഞാൻ ബിഗ് ബോസിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇനി ഞാൻ ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അവൻ്റെ PTA മീറ്റിങ്ങിന് ഞാൻ ചെല്ലുമ്പം പിള്ളേർ അവനോട് ചോദിക്കും, നിൻ്റെ അപ്പൂപ്പൻ വന്നിട്ടുണ്ടല്ലോടെ എന്ന്.
എന്തിനാണ് ആ കൊച്ചിനെ കൊണ്ട് മനപ്രയാസം? ഇത് എസ്കേപ്പിസം അല്ല. ഞാൻ ഒരുപാട് ചിന്തിക്കും. ഈ അടുത്തിടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, ഉണ്ടാക്കി കൂട്ടിയാലും എല്ലാം അന്യാധീനപ്പെട്ടു പോകുമല്ലോ. എനിക്ക് ഒരു പേടിയില്ല. കാരണം എൻ്റെ ബാക്കി വരുന്ന സംഗതികൾ ലാസ്റ്റിൽ നമുക്കൊരു സപ്പോർട്ട് ഒരാൾ വേണ്ടി വരുന്ന സാഹചര്യം വരികയാണെങ്കിൽ എൻ്റെ ഉള്ളതിൽ ഒരു വിഹിതം ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആരാണോ അവർക്ക് തന്നെയാണ്, യാതൊരു സംശയമില്ല. ബാക്കിയുള്ളത് ഞാൻ വൃദ്ധസദനങ്ങൾക്ക് സമർപ്പിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മ തിരുവനന്തപുരത്ത് പൂജപ്പുര എന്ന് പറഞ്ഞില്ലേ, ആ മഹിളാ മന്ദിരത്തിൽ, അങ്ങനെ അതെൻ്റെ മനസ്സിൽ തന്നെ ഉള്ളൊരു സംഭവമാണ്. എന്തായാലും മോക്ഷം എന്നുള്ള തലത്തിലേക്കാണ് ഞാനിപ്പോൾ സ്പിരിച്വാലിറ്റി പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ പോയി എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചെല്ലാം അന്വേഷിച്ചപ്പോൾ എനിക്കിത് ലാസ്റ്റ് ജന്മമാണെന്നും എൻ്റെ ആത്മാവ് മോക്ഷത്തിലൂടെ അല്ലെങ്കിൽ മഹാദേവൻ ലാസ്റ്റിൽ നേരിട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങനെ കിടന്ന് മറ്റൊരാളിനെ കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിലും ഞാൻ അങ്ങനെ എന്നെ പ്രത്യേകിച്ച് നോക്കി തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇനി വേദം പഠിച്ചത് കൊണ്ട് മാത്രമല്ല, ജീവിത അനുഭവങ്ങളിലൂടെ ഒരുപാട് കൈപ്പേറിയ ജീവിതാനുഭവം എനിക്കുണ്ടായതുകൊണ്ട് തന്നെ ഇനിയൊരു പെൺകുട്ടിയെ, സ്ത്രീയെ കൂടെ കൊണ്ടുവന്നിട്ട് അതിന് എന്തെങ്കിലും ദോഷം, കാരണം എൻ്റെ ജാതക ദോഷം എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ദോഷം, ഞാൻ ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച് എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം ഞാൻ തീക്കൊള്ളി കൊണ്ട് അടികൊണ്ട പൂച്ചയാണ്, അല്ലെങ്കിൽ ഞാൻ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ചയാണ്. വീണ്ടും ആ പച്ചവെള്ളം കാണുമ്പോൾ പേടിയെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരാളിനെ കൂടെ കൊണ്ടുവന്നിട്ട് അതിനെന്തെങ്കിലും സംഭവിച്ചു പോവുകയാണെങ്കിൽ വീണ്ടും മനപ്രയാസമായിട്ടത് മാറും. അപ്പം അങ്ങനെയൊന്നും വേണ്ട. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ തന്നെ എന്നെ അന്ന് പറഞ്ഞതുപോലെ അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഷണ്ടനായി ജനിക്കുന്നവരുണ്ട്, ജനങ്ങളാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട്, ബൈബിൾ വചനമാണ്. ദെൻ ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടനാകുന്നവനും ഉണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി ആ ലേഖത്തിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഒരു ഡോക്ടർ മുമ്പിൽ എനിക്കിപ്പോൾ ഒരു സിനിമ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ബിജു എബ്രഹാം എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ കമാൻഡോ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റായിട്ടുള്ള ഡോക്ടറാണ്. അദ്ദേഹം തിരക്കഥാകൃത്തുമാണ്, നിർമ്മാതാവാണ്, ആർട്ടിസ്റ്റുമാണ്. ഡോക്ടർ ബിജു എബ്രഹാം അദ്ദേഹം ന്യൂറോളജിസ്റ്റാണ്. ഇന്നിപ്പോൾ ഇവിടെയുണ്ട്. ഇവിടെ നേവൽ ബേസിൽ അദ്ദേഹം വരാറുണ്ട്. ഇവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർ. ആ ന്യൂറോ സർജൻ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ തന്നെ എൻ്റെ ലിംഗം അല്ലെങ്കിൽ പെനിസ് അല്ലെങ്കിൽ ഞാൻ ഡോക്ടറെ ഒന്ന് പരിശോധിക്കുക, ഞാൻ സ്വയം ആർജിച്ചെടുത്ത എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള രീതി, മീൻസ് ഉത്തേജിപ്പിക്കാത്ത അവസ്ഥ. അങ്ങനെ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ചേട്ടൻ ധൈര്യമായിട്ട് മുമ്പോട്ട് വെക്കുമോ, ചേട്ടന് ന്യൂറൽ രീതിയിൽ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞു, ഒരിക്കലും ഇനി ചേട്ടന് മക്കൾ ജനിക്കുന്ന സാധ്യതയേ ഇല്ല. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. എനിക്ക് ഉദ്ദീപനം ഉണ്ടെങ്കിലല്ലേ എനിക്ക് സെക്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ മൈസെൽഫ്, ഞാൻ സ്വന്തമായി തന്നെ എന്നെ എന്താക്കി മാറ്റി, ബൈബിളിൽ യേശുദേവൻ പറഞ്ഞതുപോലെ ഷണ്ടനാക്കി മാറ്റി, അല്ലെങ്കിൽ എറക്റ്റൈൽ ഡിസ്ഫങ്ഷനാക്കി മാറ്റിയ അഭിമാനത്തോടെയാണ് ഇരിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഊർജമെന്ന് പറയുന്നത് സെമനിൽ നിന്നാണ് പുറത്തു വരുന്നത്. അപ്പോൾ സുമേഷ് കല്യാണം കഴിച്ചതാണെങ്കിൽ വൈഫുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിയുമ്പം ഉണ്ടാകുന്നൊരു ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ഇജാക്കുലേഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ സെമൻ പോയി കഴിയുമ്പം എത്രയോ അളവ് ഊർജമാണ് ലോസായിപ്പോയത്. മനസ്സിലായോ? ആ ഊർജ്ജം നിരന്തരം ഒരു ദിവസം പലവട്ടം ഈ യൂത്ത് അല്ലെങ്കിൽ കൗമാരപ്രായം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നിരന്തരം കളയുകയും വീണ്ടും ഡെയിലി ഇങ്ങനെ 10 വർഷം 15 വർഷം കളഞ്ഞു കഴിയുമ്പോഴും എന്നിട്ട് പോയി കല്യാണം കഴിക്കുമ്പോഴും കൂടെയാണ് കൗണ്ട് ഇല്ല, ആക്ടിവിറ്റി ഇല്ല, മോട്ടിലിറ്റി ഇല്ല എന്നൊക്കെ പറയുന്ന തലത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന റീസണുകളിലെ ഒന്ന്. അതുകൊണ്ടാണ് ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ വേദങ്ങളിൽ പറയുന്ന അറിവുള്ള പള്ളിയിലച്ചന്മാർ ഉസ്താദ്മാരെല്ലാം കോച്ചിങ് കൊടുക്കുമ്പോൾ പറയുന്ന ഈ സെമൻ വെറുതെ കളയരുത്, പാഴാക്കി കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പോൾ അശ്ലീല വീഡിയോ കൊണ്ട് നമ്മുടെ ഇതെല്ലാം കുട്ടികൾ ഇതൊക്കെ നശിപ്പിച്ച് കളയുമ്പോൾ ജനിക്കുന്ന കുട്ടിക്കുള്ള അൺഹെൽത്തിൻ്റെ കാരണങ്ങളിൽ വരുമ്പോൾ നമ്മൾ പഠിക്കണം, അതും അന്വേഷിക്കണം, അനാലിസിസ് നടത്തണം. ഡോക്ടർ രജിത് കുമാറിന് ഹ്യൂമൻ ഇമോഷൻസ് വരില്ല എന്നാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസിനെ ഞാൻ മാക്സിമം വളരെയധികം നിയന്ത്രണ വിധേയമാക്കി വെച്ചേക്കാണ്. അത് ഞാനിപ്പോൾ എനിക്ക് സുമേഷിനോട് ബെറ്റ് വെച്ച് പറയാൻ പറ്റും, ഏതൊരു അശ്ലീല വീഡിയോ അല്ലെങ്കിൽ നമ്മളിപ്പം പറയുമല്ലോ ബ്ലൂ ഫിലിം എന്ന് പറയുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഏതായാലും സുമേഷ് വേണമെങ്കിൽ ഒരു TV യിലിട്ടോ
ഞാനും സുമേഷും കൂടെ ധൈര്യപൂർവ്വം നമുക്ക് രണ്ടുപേർ കൂടെ ജനിച്ച വേഷത്തിൽ മൂന്നാമതൊരു ജഡ്ജ്മെൻറ്റ് നടത്താൻ കുറച്ച് പേരെ എത്തിയിട്ട് ആ വീഡിയോ കാണാം. വീഡിയോ കാണുന്നവരെ ഞാനും അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. എൻ്റെ ഒരു രോമം പോലും അനങ്ങൂല. എൻ്റെ ഒരു രോമം അനങ്ങിയാൽ കടം വാങ്ങിച്ചെങ്കിൽ 1,00,000 രൂപ ഞാൻ സുമേഷിന് ഗിഫ്റ്റ് തരും. ഇല്ലെങ്കിൽ നീ 1,00,000 എനിക്ക് തരണം. ചലഞ്ച് ചെയ്യാൻ എനിക്ക് പറ്റും. ഇതൊരു അങ്ങനെ അധികാരം തുറന്നു പറയാത്തൊരു കാര്യം വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആദ്യമായി പറയുന്നത്, സന്തോഷത്തോടെ പറയുന്നത്, അഭിമാനത്തോടെ പറയുന്ന ഒരു സംഗതി. നാളെ ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ആളുകൾ പല രീതിയിൽ ഇതിനെ പറഞ്ഞ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടാകണമെന്നാണ് തോന്നുന്നത്. ഇല്ല. അല്ലെങ്കിൽ ഞാൻ പലരോടും പറയാൻ, ഞാനൊരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ അവരെന്നെ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ ഒന്നും അവിടെ ഒന്നും ഒരു ആക്ടിവേഷനും ഉണ്ടാകുന്നില്ല. അവരെൻ്റെ കൂടെ ഉമ്മ വെച്ചുകൊണ്ടോ അവരെൻ്റെ കൂടെ കിടന്നത് കൊണ്ടോ നടന്നത് കൊണ്ടോ ഒന്നും ഒരു ആക്ടിവേഷനില്ല. കാരണം ഞാൻ നിർവികാരൻ എന്ന് പറയുന്ന രീതിയിൽ ആ അനാസക്ത ഭാവം ഗീതാ തത്വമാണ്, ഭഗവത്ഗീതാ തത്വമാണ് അനാസക്ത ഭാവം. ആ ഭാവം ശ്രീനാരായണ ഗുരുദേവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ ഗുരുദേവൻ കുട്ടിയമ്മ ഉപേക്ഷിച്ചത്. കാരണം കൂടെ അത് പോയി വേറെ ജീവിക്കട്ടെ. പക്ഷെ അത് ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാർഗം അതല്ല എന്ന് തിരിച്ചറിഞ്ഞത്. അതെ, മാർഗം അതല്ല എന്ന്, ലൗകിക ലൈഫ് അല്ല മാർഗം, അതാണ്. അല്ലാതെ സെക്സ് എന്നല്ല ഞാൻ എൻ്റെ ദൈവമേ, ഷോർട്ട് ഫോമിൽ കാര്യം പറഞ്ഞാണ്. ഗുരുദേവൻ്റെ മാർഗം ആധ്യാത്മികമായ ദൈവിക മാർഗമാണ്, സാമൂഹ്യ മാർഗമാണ്. അല്ലാതെ കുടുംബം, കുട്ടി, പ്രാരാബ്ദം എന്നുള്ളതല്ല. അത് തന്നെയാണ് ബാക്കിയുള്ള പലർക്കും. വിവേകാനന്ദ സ്വാമി അത് തന്നെയായിരുന്നു. ശ്രീബുദ്ധനും അത് തന്നെയായിരുന്നു. ശ്രീബുദ്ധനാണ് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. യശോദയും കുഞ്ഞിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം സത്യമാർഗത്തിലേക്ക് പോയി. ഇപ്പം എന്താ, കൊട്ടാരത്തിലെ സുഖവും അവിടുത്തെ രാജ്ഞിമാരും ഒരു 5 കല്യാണമൊക്കെ കഴിച്ച് ആഘോഷിച്ചുകൂടായിരുന്നോ? അപ്പോൾ പറ്റും, എല്ലാവർക്കും ഇത് പറ്റും. പക്ഷെ നമ്മൾ ആ പഴയ ചർച്ചകളിൽ പറഞ്ഞ പോലെ ഈ പറയുന്ന വേദത്തിൻ്റെ ജ്ഞാനവും സ്വയം തിരിച്ചറിവും ഉണ്ടെങ്കിൽ ഇനി ഇതിപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തൂടെ എന്ന് ചോദിച്ചാൽ അതിന് നിരന്തരമായ ഒരുപാട് നാൾ പരിശ്രമത്തിൻ്റെ ആവശ്യം. സ്വയം എങ്ങനെ, എനിക്കത് അതിൻ്റെ ഒരു സയന്റിഫിക് അല്ലെങ്കിൽ മെഡിക്കൽ രീതിയിൽ പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന ഒരു കാര്യം. പോസിബിളാണ്. ഈ റോമൻ കാത്തലിക്സ് അച്ഛന്മാരെ കുറിച്ച് അറിയാമല്ലോ. അവർ കല്യാണം കഴിക്കാറില്ല. ക്രിസ്ത്യൻ സഹോദരങ്ങൾ, ക്രിസ്ത്യൻസിനെ അറിഞ്ഞൂടെ? അല്ല, RC അറിഞ്ഞൂടെ? ആ അച്ഛന്മാർ കല്യാണം കഴിക്കാത്ത, ആ അച്ഛന്മാര് സിസ്റ്റർമാർ അവരൊന്നും കല്യാണം കഴിക്കാത്ത, ഈ പറയുന്ന ധ്യാനവും മെഡിറ്റേഷനും പ്രാർത്ഥനയും കൊണ്ട് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോണിനെ അറസ്റ്റ് ചെയ്യിക്കാൻ പറ്റും. യോഗികൾക്ക് പറ്റും, സന്യാസി ശ്രേഷ്ഠന്മാർക്ക് പറ്റും. അത് ഞാൻ എൻ്റെ 17 വർഷത്തെ ധ്യാനവും മെഡിറ്റേഷനോടെ എടുത്താണ്. ഇതിൻ്റെ അടിസ്ഥാനം ബ്രഹ്മകുമാരീസാണ്. ഞാൻ ബ്രഹ്മകുമാരീസിൻ്റെ വിദ്യാർത്ഥിയാണ്. അത് പലർക്കും അറിയില്ല. ഞാൻ വെള്ളയിട്ട് നടക്കുന്നില്ല. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. ബ്രഹ്മകുമാരി സ്പിരിച്വാലിറ്റി. മാതാമൃതാനന്ദമയുടെ സെൻ്ററില്ലേ, ശ്രീ രവിശങ്കറിൻ്റെ സെൻ്ററില്ലേ, ഓഷോ സദ്ഗുരു ജഗ്ഗി വാസുദേവൻ. അതുപോലെ ലോകം മൊത്തം പടർന്നു കിടക്കുന്ന രാജസ്ഥാനിലെ മൗണ്ട് അബുവിലുള്ള പ്രജാപിത ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന സെൻ്ററുണ്ട്. സിസ്റ്റർമാരാണ് നടത്തുന്നത്. അവിടെ ആണ് ഞാൻ ഈ ധ്യാനവും മെഡിറ്റേഷനും എല്ലാം പഠിച്ച് ഓവറായി നടന്നിരുന്ന ഞാൻ. വേണോ, പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറുപ്പത്തിൻ്റെ വൈകുമ്പോൾ ഒരേ സമയം 2-3 ഇപ്പോൾ പലരും ചെയ്യുന്ന പോലെ 2-3 പ്രണയത്തിൻ്റെ പുറകെ വെറുതെ നടക്കുന്ന ഈ ഇൻഫാക്ഷൻ സമയം പോകാൻ വേണ്ടി അങ്ങനെ നടന്നിരുന്ന ആളാണ്. എനിക്ക് അഭിമാനത്തോടെ പറയാം. അവിടെ നിന്നുകൊണ്ട് 17 വർഷത്തെ ധ്യാനവും മെഡിറ്റേഷനും പിന്നെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളും തകർച്ചകളും അങ്ങനെയുള്ള ഇതെല്ലാം കൊണ്ടിട്ട് ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്തു, പ്യൂട്ടി. എനിക്ക് സുമേഷ് പറയുന്ന ഒരു ന്യൂറോ സർജൻ ഡോക്ടറിൻ്റെ അടുത്ത്, ന്യൂറോളജിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ വരാൻ തയ്യാറാണ്. സുമേഷ് കണ്ടെത്തി കൊണ്ടുവന്നത് ആ ഡോക്ടറുടെ അടുത്ത് ഞാൻ വരാൻ തയ്യാറാണ്. അദ്ദേഹം എന്നെ പരിശോധിക്കട്ടെ, എന്നിട്ട് അദ്ദേഹം പറയും. തീർച്ചയായിട്ടും അദ്ദേഹം, അതുകൊണ്ടാണ് ഈ പീഡനമൊക്കെ നടത്തിയിട്ട് എന്താ പറയുക, ലൈംഗിക ശേഷി പരിശോധിക്കാൻ കൊണ്ടുപോകുന്നു എന്ന് പറയില്ലേ, അത് ഉദാഹരണശേഷി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഉദാഹരണശേഷിയെ ഒരു 90%, 100% ഞാൻ പറയുന്നില്ല, പക്ഷെ 90% മുകളിലും അതിനെ അറസ്റ്റ് ചെയ്യിച്ച് ഉള്ള അവസ്ഥയിൽ ഇത്രയും നാളത്തെ മെഡിറ്റേഷനോടെ പറ്റിയിട്ടുണ്ട്. ഡോക്ടർ രജിത് കുമാറിൻ്റെ IQ ലെവൽ എത്രയാണ് എപ്പോഴും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ആരും ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ കണ്ടുപിടിക്കാൻ പോയിട്ടുമില്ല, ചിന്തിക്കാൻ പോയിട്ടുമില്ല. ഞാൻ ഓരോ ലെവലിലും ഓരോ സമയത്തും ഓരോ ലെവലിലായിരിക്കും. ഇപ്പം സാധാ ടൈപ്പിലുള്ള അത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഷൂട്ടിൽ ചില സാർമാർ പറഞ്ഞു, സാറിനെ കൊണ്ടുവന്ന് പിള്ളേർ LKG UK പിള്ളേരോട് വിടുകയാണെങ്കിൽ സാർ ആ ലെവലിൽ പോകും, സാറിനെ കൊണ്ട് സന്യാസിമാരോട് വിടുകയാണെങ്കിൽ ആ ലെവലിൽ പോകും.
സാറിനെ കൊണ്ടുവന്ന് ബയോളജിസ്റ്റും സയൻറ്റിസ്റ്റും ഫീൽഡിൽ ഇപ്പോൾ ഒരു സിനിമ ചെയ്തു എസക്കിയൽ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. പ്രൊഫസർ സതീഷ് പോൾ എന്ന് പറയുന്ന ഡയറക്ടർ എസക്കിയൽ ഫിംഗർ പ്രിന്റ് ഒക്കെ അത് തന്നെ ഫിംഗർ പ്രിന്റ് ഗാർഡിയൻ ഇതൊക്കെ എടുത്ത പ്രൊഫസർ സതീഷ് പോളിൻ്റെ എസക്കിയൽ വരുന്നുണ്ട്. ആ എസക്കിയൽ 5 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. ഞാനൊരു സയൻറ്റിസ്റ്റാണ്, ഏലിയൻ കൺസെപ്റ്റാണ്, ബയോളജി സയൻറ്റിസ്റ്റായിട്ട് തന്നെയാണ് എനിക്ക് അതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. നല്ല രസകരമായിട്ട് സംഭവം അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കോഴിക്കോട് അവർ പറഞ്ഞത് തന്നെയാണ്, ഏത് ലെവലിൽ നമ്മളെ കൊണ്ടുവിടുന്നു ആ ലെവലിൽ കുറേ കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും പറ്റും. പക്ഷേ സാധാ ലെവലിലുള്ളവരെ ഈ അറിവുകൾ എത്തിച്ച് അവരെ ഇതിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പഴയതുപോലെ 4 മണിക്കൂർ 5 മണിക്കൂർ സംസാരിക്കാനുള്ള തൊണ്ടയില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദം ഇടർച്ച പോലെ തണുപ്പിടിച്ച ശബ്ദം പോകും. അപ്പോൾ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ഘാടനം അതിനൊക്കെ പോകുമ്പോൾ കുറച്ച് സമയം മതി കാര്യങ്ങളൊക്കെ പറയാനും. കിട്ടുന്ന സിനിമയിലൂടെ കിട്ടുന്നത് ചാറ്റ് ചെയ്യാം. പിന്നെ ഒരു ഭാഗം സിനിമയ്ക്ക് തന്നെ സിനിമ ഉണ്ടാക്കി, സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസിനെ അന്ന് പറഞ്ഞ പോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസൊക്കെ ഉണ്ടാക്കി പുതിയ തലമുറയിലെ പുതിയ കുട്ടികൾക്ക് അവസരമൊക്കെ കൊടുത്ത് സിനിമ ഇനി ലൈഫ് സിനിമ തന്നെയാണ്. അതിൽ ആർട്ടിസ്റ്റായിട്ടാണെങ്കിലും ഡയറക്ഷനാണെങ്കിലും പ്രൊഡക്ഷനാണെങ്കിലും ഏത് വിഭാഗത്തിലാണെങ്കിലും നല്ല സിനിമയുടെ ഭാഗമായിപ്പോൾ അപ്പോൾ അവാർഡ് ഡയറക്ടർമാർ കുറേ കൂടുതൽ എന്നെ വിളിക്കുന്നു. പിന്നെ അവരുടെ ചെറിയ ബഡ്ജറ്റാണ്. അപ്പോൾ അവർക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വേഷം ഫ്രീ ആയിട്ട് അഭിനയിക്കുക. ഞാൻ ഏകദേശം 26 പടങ്ങൾ ചെയ്തു. 26 പടങ്ങളിൽ 20 പടവും ഫ്രീ ആണ്. ആരും എനിക്കൊന്നും തരാറില്ല. വണ്ടിക്കൂലി പോലും ചെല്ലു തരാറില്ല, ചോദിക്കാറില്ല. ഞാൻ ചോദിക്കാറില്ല. തന്നപ്പോൾ ഇപ്പം നല്ല കോഴിക്കോട് ചെന്നു തന്നു. എനിക്ക് ആ ചാൻസ് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമില്ല. സാർ എനിക്കൊരു പെൻഷൻ കിട്ടുന്നുണ്ട്, ചെറിയ പെൻഷൻ. ഞാൻ മറ്റേ സർവീസ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു മുട്ടില്ലാത്ത രീതിയിൽ പോകും. ചെറിയ രീതിയിൽ എന്തെങ്കിലും കിട്ടും, ചെറിയ രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് തെളിയിച്ചാലേ നമുക്ക് റേറ്റിംഗ് വരും. എന്നെ സംബന്ധിച്ച് പണം അല്ല പ്രധാനം, എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം, എൻ്റെ കഴിവുകൾ പുറത്തെടുക്കണം, അത് മുഖ്യധാരയിൽ കൊണ്ടെത്തിക്കണം. അങ്ങനെ ഒരു നല്ല ആർട്ടിസ്റ്റും കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലുള്ള ഡയറക്ടറും ഏത് ലെവലിലുള്ള സ്ക്രിപ്റ്റിനോടൊപ്പവും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് കംഫർട്ടബിളാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈസി ആയിട്ട് ചെയ്യും, എന്തും ചെയ്യും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്കൊന്ന് സാറ് ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് ഫോട്ടോ കാണിക്കുന്നു. അന്നേരം മഞ്ജു പത്രോസ് ചേച്ചി അയ്യോ ഇതാ മറ്റേ വെള്ളപ്പൊടി വെള്ളത്താടിയുള്ള പുള്ളിയല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ഇപ്പോഴും എനിക്ക് ആ ലുക്കിലേക്ക് ഇനി തിരിച്ചു പോയി എപ്പോഴെങ്കിലും ആ സിനിമയ്ക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പോകാൻ ഓക്കെയാണ്. അത് എങ്ങനെയല്ല ആ ലുക്കിലേക്ക് പോകും മിക്കവാറും ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം, ഒരു 5-10 വർഷം. കാരണം ഞാൻ എൻ്റെതായ ചെറുപ്പം ആസ്വദിച്ചു. ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ആൻഡ് വെയിറ്റ് ഇടാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ആൻഡ് വെയിറ്റ് ഇടാൻ പറഞ്ഞാൽ ഇപ്പൊ ഇടൂല, 5 വർഷത്തേക്ക് ഇടൂല. മമ്മൂക്ക പറയണ പോലെ തന്നെ അടുത്ത 5 വർഷത്തേക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ഇടാൻ പറഞ്ഞാൽ മുടി നരപ്പിക്കില്ല. അങ്ങനെ ഞാൻ 7 സിനിമ വിട്ടു, 5 വർഷത്തേക്ക് നരപ്പിക്കില്ല. പക്ഷെ അച്ഛൻ ക്യാരക്ടർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ചെറിയ നരയൊക്കെ ഇട്ടത്, ചെറിയ നരയൊക്കെ ഇട്ടിട്ട് ഫുൾ വെയിറ്റ് ആൻഡ് വെയിറ്റ് അല്ലെങ്കിൽ മൊത്തം എന്തുകൊണ്ടറിയാമോ, സിനിമയിൽ നമ്മളൊരു പോലീസ് വേഷം ചെയ്ത് ക്ലിക്കായ പിന്നെ അത് മാത്രമേ വരൂ, മനസ്സിലായോ? അപ്പം എൻ്റെ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് എനിക്ക് ഇടാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് വൈറ്റ് തുടങ്ങിയതാണ്. അപ്പോൾ വൈറ്റ് കുറേ കഴിയുമ്പോൾ വന്നോളും. അത് തന്നെ, താടിയും മുടിയും വൈറ്റ് ആക്കുന്ന സംഭവത്തിൻ്റെത് കുറേ കഴിഞ്ഞ് വന്നോളും. ഞാനിപ്പോൾ ചെറുപ്പമൊക്കെ ചെയ്ത് റൊമാൻസൊക്കെ ചെയ്ത് ഒരു ബലാത്സംഗവും പീഡനവും മെൻ്റലും സൈക്കോയും ഗുണ്ടയും അങ്ങനെയുള്ള ചെറുപ്പത്തിൻ്റെ കുറേ വേഷമൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ കഴിയുന്ന കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ചെയ്യുമെന്ന് ഇത്രയും ചെയ്ത ഡയറക്ടർമാർക്കറിയാം. അതുകൊണ്ട് പുതിയ കുറേ സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂപ്പർ ജിംനി ഒരു പ്രധാന ഘടകമാണ്. എനിക്ക് തോന്നുന്നു സാറിനെ പൊതുമധ്യത്തിൽ കാണുമ്പോൾ സാറിൻ്റെ കോസ്റ്റ്യൂംസ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇടിവെട്ട് കളറായിരിക്കും. ഇതെവിടെയാണ് ഈ കോസ്റ്റ്യൂം ഇങ്ങനെ കിട്ടുന്നത്? ഇന്നിപ്പോ എനിക്കൊരു താഴത്തേക്ക് പ്രഷർ കണ്ടുവിടാം, മഞ്ഞ മുണ്ടാണ്, മഞ്ഞ മുണ്ടും മഞ്ഞ ജുബയും. പെട്ടെന്ന് എടുത്തെറിയാന്നുള്ള ഒരു ലക്ഷ്യമാണോ അതിൻ്റെ ഉള്ളിൽ? അതെ, കറക്റ്റായിട്ട്. എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈ കളറുകൾ മൈൻഡിന് നല്ല റിഫ്രഷ്മെൻറ്റ് തരും. ഇപ്പം ഞാൻ വെള്ളയും ഇട്ടുകൊണ്ട് കുറേ വർഷം ജീവിച്ച ആളാണ്. ആ വെള്ളയിൽ തന്നെ സാത്വിക ഭാവം വരും, നമുക്ക് വേറെ എഫക്റ്റ് ഒന്നും വരത്തില്ല. പക്ഷെ നമ്മൾ കളറിലേക്ക് പോകുമ്പോൾ നമുക്കല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു റേപ്പ് ബലാത്സംഗത്തിൻ്റെ ഒരു സീനാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചു. പക്ഷേ എൻ്റെ ശരീരത്തിലെ ഒരു രോമം പോലും അനങ്ങാതെ ക്രൂരമായി ബലാത്സംഗം എന്ന സീൻ ചെയ്യാൻ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ അതിനുള്ള പവർ കിട്ടുന്നത് ഈ പറയുന്ന കളറുകൾ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും നമ്മളിടുന്നത്. അപ്പോൾ ആ കളർ നമ്മളെ എനർജൈസ് ചെയ്യിക്കും യുവത്വത്തിലേക്ക്. പിന്നെ ഫംഗ്ഷനുകൾക്ക് പോകുമ്പം ശ്രദ്ധിക്കപ്പെടും. നമ്മുടെ ഫംഗ്ഷന് പോവുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സാധാ എല്ലാവരും അടഞ്ഞ ഡ്രസ്സിട്ട് നമ്മളും അടഞ്ഞ ഡ്രസ്സ് അതിൻ്റെ ഇടയിൽ അങ്ങ് മങ്ങിപ്പോവും.
തപ്പിയെടുക്കത്തേ ഉള്ളൂ. അപ്പം അത് പിന്നെ കലാരംഗത്തല്ലേ, കല എന്ന് പറയുന്നത് കളറിൻ്റെ ലോകവും കൂടെയാണല്ലോ. അപ്പം അതുകൊണ്ട് കളറുകളാണല്ലോ കല. ഇപ്പം നമ്മൾ ഡ്രോയിങ്ങിന് പോയാലും കളറുകളാണ് എല്ലാം. അപ്പം അതുകൊണ്ട് നമ്മൾ സൂപ്പർ ജിമിനി തുടങ്ങിയ എങ്കോ അതെ അതെ. കാരണം ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആള് കൊണ്ടുവരുന്ന ഡയലോഗിനനുസരിച്ചാണ് നമ്മൾ പല മേഖലകളിലും പോകുന്നത്. പക്ഷേ സൂപ്പർ ജിമിനി മുഖ്യധാരയിൽ വിജയിച്ചേ പറ്റൂ, വിജയിക്കണം, അത് വിജയിക്കും. അത്രയ്ക്ക് നല്ലൊരു പടമെന്ന് എനിക്ക് നെഞ്ചിൽ കൈ വെച്ച് പറയാൻ പറ്റും. ഞാൻ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിന് തെളിവൂടെ പറയാം. സൂപ്പർ ജിമിനിയിൽ അഭിനയിക്കാനായിട്ട് അനു പുരുഷോത്തം എന്ന് പറയുന്ന ഡയറക്ടർ എന്നെ വിളിക്കും, എന്നോട് പറഞ്ഞു, ചേട്ടാ 6 ദിവസത്തെ വർക്കേ ഉള്ളൂ, 6 ദിവസവും 21 സീനും മാത്രമേ ചേട്ടനുള്ളൂ, അല്ല 18 സീൻ, 6 ദിവസവും 18 സീനുമാണ് ചേട്ടന് ഉള്ളത് എന്ന് പറഞ്ഞു. ഷൂട്ട് തുടങ്ങി ചെയ്ത് വന്നപ്പോഴത്തേക്ക് 22 ദിവസവും 41 സീനുമായി കൂടി. ഞാൻ ചെയ്യുമെന്ന് കണ്ടപ്പം അവരത് ഡെവലപ്പ് ചെയ്തു. അതനു എപ്പോഴും പറയുന്നത്, ചേട്ടാ 41 സീനാണ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്, ഇന്ന് വരെ ചെയ്ത ഏറ്റവും വെച്ച് ഗംഭീര നാച്ചുറൽ സാധനമാണ്. ഏറ്റവും വലിയ സിനിമ നാച്ചുറൽ ആണ് സാധനം. ക്യാരക്ടർ എന്താണ് ഇതുവരെ പറഞ്ഞിട്ടില്ല, ക്യാരക്ടർ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ സെൻട്രൽ ക്യാരക്ടറായി വേറെണ്ണം പറഞ്ഞുണ്ട്, കെട്ടുകാഴ്ച. സുരേഷ് തിരുവല്ല എന്ന് പറഞ്ഞ ഡയറക്ടർ സംവിധാനം ചെയ്ത കെട്ടുകാഴ്ചയിൽ ഞാൻ സെൻട്രൽ ക്യാരക്ടറാണ്. അതെ, ഞാൻ അയച്ചത്. അപ്പം അതുകൊണ്ട് അത് വരുന്നുണ്ട്. അത് പിന്നെ ഇതിനേക്കാളുണ്ട്, ത്രൂ ഔട്ടാണ്, എന്ന് വെച്ചാൽ സെൻട്രലാണ്. പക്ഷേ ഇത് വന്നിട്ട് 32 ആർട്ടിസ്റ്റുകളുണ്ട്. ഈ എല്ലാ ആർട്ടിസ്റ്റുകളോടൊപ്പവും നമ്മൾ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇത്രയും സീനുകൾ വരുന്നുണ്ട്. ഒരുപാട് വേരിയേഷനാണ് ഫേഷ്യൽ എക്സ്പ്രഷനും ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡയറക്ടർ അനു ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് റിലീസിന് പറയുന്നത്, ചേട്ടാ ഇതൊരു ബെഞ്ച് മാർക്കാണ്, ചേട്ടൻ ഇതുപോലെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാവർക്കും ചേട്ടൻ ഇഷ്ടപ്പെടും, ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ തന്നെ അത് പറയുമ്പം പിന്നെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളും ഈ ഡബ് ചെയ്ത് കഴിഞ്ഞവരും ചെയ്ത് കണ്ടവരും ഒക്കെ എന്നോട് പ്രത്യേകം പറഞ്ഞു, ചേട്ടാ നന്നായിട്ടുണ്ട്. ഇനി ജനമാണ് പറയേണ്ടത്. അതാണ് നമ്മുടെ ഒരു അവാർഡെന്ന് പറയുന്നത്. ജനം എങ്ങനെ എടുക്കുന്നു, ജനം എന്ത് പറയുന്നു. ടെക്നീഷ്യൻസ് പറയുന്നതിനേക്കാൾ ജനം പറയുന്നതിലാണ്. അപ്പം എൻ്റെ ജനങ്ങളത് കാണട്ടെ, സിനിമ കാണട്ടെ, സിനിമയെക്കുറിച്ച് പറയട്ടെ, എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയട്ടെ. അങ്ങനെ അതിന് ആകാംക്ഷയോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാം വലിയ വിജയമാവട്ടെ, സിനിമയുടെ തിരക്കുകൾ ഇതിലും കൂടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. തിരക്ക് കൂടുന്നതിനനുസരിച്ച് കേരള ഭൂമിയുമായി കൂടുതൽ ബന്ധപ്പെടാം, സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട്. ഇത്ര ആഗ്രഹമുള്ളൂ. എപ്പോഴെങ്കിലും ഈ ഭൂമി വിട്ട് പോകുമ്പോൾ ഒരു വലിയ വാക്വം ഉണ്ടാവണം. എന്ന് വെച്ചാൽ അന്ന് ആ ജനങ്ങൾ ഒരുപാട് പേര് പറയണം, നെയ്ത്തേട്ടൻ പോയതൊരു വലിയ നഷ്ടമാണ് എന്ന്. ഇത്രയുള്ള ആഗ്രഹം. ഇതാണ് അടിസ്ഥാനപരമായ ആഗ്രഹം. അല്ലാതെ ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, കുടുംബം വേണ്ട, അങ്ങനെ ലൗകികമായ ഒരു സംഭവം വേണ്ട. അപ്പോൾ ഇത് വേണം. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാം വേണം. കാറ് വേണം, വീട് വേണം, കാര്യങ്ങളൊക്കെ വേണം. ഇത്രയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അവസരത്തിൽ സൂപ്പർ ജിമിനിയുടെ പ്രൊമോഷന് കേരളാമുദി വരാനും ഇത് നിസ്വാർത്ഥമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മനസ്സ് കാണിച്ചതിന് സുമേഷിനും കേരളാമുദി ചാനലിനും എല്ലാം ഞാനും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.